മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല. മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത്. മനുഷ്യൻ ആരാകണമെന്ന് 2 വരിയിൽ പറഞ്ഞു വെച്ച മഹാത്മാഗാന്ധിയുടെ മഹത് വചനം എന്നെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തി നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള സമരത്തിന് നേതൃത്വം നൽകി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി തീർന്ന മഹാനാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഒരു നൂറ്റാണ്ടിനെയല്ല, ഒരു യുഗത്തെയാണ് അദ്ദേഹം രൂപപ്പെടുത്തിയത്. ഗുജറാത്തിലെ പോർബന്ദറിൽ 1869 ഒക്ടോബർ 2-നാണ് ഗാന്ധിജി ജനിച്ചത്. ദൈവഭക്തനായ മാതാവും ആദർശവാനായ പിതാവും ഗാന്ധിജിയുടെ സ്വഭാവ രൂപീകരണത്തിന് അതിയായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ നിന്നും ബാരിസ്റ്റർ പരീക്ഷ പാസ്സായ ഗാന്ധിജി പിന്നീട് ദക്ഷിണാഫ്രിക്കയിലേക്ക് ട്രെയിനിങ്ങിനായി പോയി. ഒരിക്കൽ തീവണ്ടിയിൽ നിന്നും മറ്റൊരിക്കൽ കുതിരവണ്ടിയിൽ നിന്നും അദ്ദേഹം പിടിച്ചിറക്കപ്പെട്ടു. വെള്ളക്കാർ കൂലി ബാരിസ്റ്റർ എന്ന് വിളിച്ച് അദ്ദേഹത്തെ ആക്ഷേപിച്ചു. ഈ അപമാനം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. വെള്ളക്കാരുടെ ഇത്തരം മനുഷ്യത്വമില്ലായ്മയാണ് ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും കെട്ടുകെട്ടിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത്. പിന്നീട് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരായ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ മുഴുകി. പല പ്രാവശ്യം ജയിൽവാസം അനുഭവിച്ചു. അപ്പോഴൊന്നും തളരാതെ മുൻപോട്ടു നീങ്ങി. അഹിംസയായിരുന്നു അദ്ദേഹത്തിന്റെ സമരമാർഗം. ഒടുവിൽ അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു. ഗാന്ധിജിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നും നമുക്കൊരു വഴികാട്ടിയാണ്. മതമൈത്രിക്കായി പ്രവർത്തിച്ച അദ്ദേഹത്തെയാണ് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന നീചൻ ഒറ്റവെടിയിൽ ഇല്ലാതാക്കിയത്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ ഗാന്ധിജിയാണ് ഇന്ത്യൻ ചരിത്രത്തെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തി. സത്യം, അഹിംസ, ക്ഷമ തുടങ്ങിയ സൽഗുണങ്ങൾ എങ്ങനെ സ്വായത്തമാക്കാമെന്ന് നാം പഠിക്കേണ്ടത് ഗാന്ധിജിയിൽ നിന്നാണ്. അതെ, നമുക്ക് അഭിമാനിക്കാം. ഇത്ര മഹാനായ രാഷ്ട്രപിതാവിനെ നമുക്ക് ലഭിച്ചതോർത്ത്. ഗാന്ധിജിയുടെ ജീവിതം നിന്നും നമുക്കൊരു പാഠശാല